ഷൈജൽ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇതിൻ്റെ ഈ ഫിറോസ് നേരിടുന്ന പ്രശ്നങ്ങളുടെ മാനങ്ങൾ കൂടിക്കൂടി വരുന്നു എന്നാണ് പ്രതികരണങ്ങൾ കാണുമ്പോൾ, ആളുകൾ നൽകുന്ന വിവരങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഷൈജൽ ഒരു കാലത്ത് MSFൻ്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് താങ്കൾ. ഇപ്പോഴും മുസ്ലിം ലീഗുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള, അതിൻ്റെ അന്തർനാടകങ്ങൾ അറിയുന്ന ആളാണ്. ഷൈജലിൻ്റെ നിഗമനങ്ങൾ എന്താണ്? താങ്കള് പറഞ്ഞതുപോലെ ഞാനിപ്പോ താങ്കൾ പറഞ്ഞ കാര്യം, അതുപോലെ തന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട ജലീൽക്ക പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. ജലീൽക്ക പറഞ്ഞു വെച്ചെടുത്തുള്ള വിഷയം അത് ഏറെ പ്രസക്തമാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട് ഷൈജൽ, തുടരൂ. യഥാർത്ഥത്തില് ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ അഡ്വക്കേറ്റ് ആക്ട് സെക്ഷൻ 49 പ്രകാരം, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങള് സെക്ഷൻ 49 പ്രകാരം ഇവിടെ വക്കീലായിട്ട് എൻറോൾ ചെയ്യപ്പെട്ട ഒരാള്, ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും മറ്റൊരു തൊഴിൽ ചെയ്യാൻ പാടില്ല. അത് ആ ലോയൽ പ്രൊഫഷന്റെ എത്തിക്സിന് വിരുദ്ധമായ കാര്യമാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അത് ലംഘിച്ചുകൊണ്ടാണ് ഫിറോസ് പോകുന്നത് എന്നുള്ളത് ഏറ്റവും എടുത്തു കാണിക്കപ്പെടുന്നത്. നേരത്തെ ജലീൽ സാർ പറഞ്ഞു വെച്ച അതിലുള്ള ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. അത് ഇന്ത്യൻ അഡ്വക്കേറ്റ് ആക്ടിന്റെ സെക്ഷൻ 49 പ്രകാരം അതിന്റെ വയലേഷൻ ആണ് ഈ ഫിറോസ് ചെയ്തിരിക്കുന്നത്.